നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് ഡെക്കറാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാനിതാ അതുപോലെ വലിയൊരു കാർഡ്ബോർഡ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഒരു 46 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാറാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഒരു സ്റ്റാർ നമ്മൾ വലിയ സ്റ്റാർ പ്രത്യേകിച്ചും കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു വേയിൽ ഞാനതിൻ്റെ പിക്ചേഴ്സ് ഇതിൽ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഡ്രോ ചെയ്യുന്നത് കറക്റ്റ് വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ ഇങ്ങനെ പിക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ സ്റ്റാർ ഈസിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതുപോലെ ഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലുള്ള സെൻറ്റർ ലൈൻസിൻ്റെ മെഷർമെൻറ്റ്സ് മാത്രം എടുത്താൽ മതി. മറ്റേ നമ്മളൊരു ഏകദേശം വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഡ്രോ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ വിടുത്തുള്ള കാർഡ്ബോർഡ് പീസാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ചുറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 2 ലെയർ ആക്കിയിട്ട് തന്നെ കാർഡ്ബോർഡ് പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, എന്ന് വെച്ചാൽ നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വൈറ്റ് ഗ്ലൂവും വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പം ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഈ ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് കവർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫുള്ളിങ്ങനെ നനയും കേട്ടോ, കാർഡ്ബോർഡ് പീസും ആണല്ലോ. അപ്പം തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഫുള്ളായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ടാവില്ല. അപ്പം ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു 8 മണിക്കൂർ എങ്കിലും നമ്മളിത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടിത് ഉണങ്ങി കിട്ടും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡെക്കർ പരിപാടികളൊക്കെ ഇതിൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നല്ലൊരു അടിപൊളി ഒരു ഡെക്കർ നമുക്ക് ചെയ്തെടുക്കാം. ഒരു യുണീക്കായിട്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം എല്ലാ ഷോപ്പിലും ഇപ്പോൾ ക്രിസ്മസ് വരിക ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും ഇതുപോലെ ഒരുപാട് ഡെക്കർ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിലുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നത് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഇതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഏതെങ്കിലും സ്ട്രോങ് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഫുള്ളായിട്ട് നമ്മളിത് അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കോർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് ബോൾസും അതുപോലെ കോട്ടട്ടും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫെയറി ലൈറ്റ് ഒന്നിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫെയറി ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഞാനിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു കാർഡ്ബോർഡ് വെച്ച് സ്റ്റാർ ചെയ്തെടുക്കേണ്ട ഒരു ബേസ് ചെയ്തെടുക്കേണ്ട ഒരു പണിയാണുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫുള്ള് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.